ഹലോ, ഞാൻ ഡോക്ടർ മാത്യു ഡൊമിനിക്, കൺസൾട്ടന്റ് ENT സർജൻ. എന്താണ് മൈഗ്രെയിൻ? തലച്ചോറിലുള്ള തലയോട്ടിയിലുള്ള രക്തഞരമ്പുകൾ വികസിക്കുമ്പോഴാണ് തലവേദന ഉണ്ടാകുന്നത്. തലവേദന ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണമാണ്. പലപ്പോഴും ഇതിനൊരു പാരമ്പര്യമുണ്ട്. വീട്ടിൽ വേറെ ആർക്കെങ്കിലും തലവേദന ഉണ്ടായിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു അസുഖമാണ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ ഉള്ള ഒരാൾക്ക് പെട്ടെന്നുള്ള ഒരു തലവേദനയാണ് ഉണ്ടാകുന്നത്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്നൊരു തലവേദന തുടങ്ങി ശക്തമായിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ വന്ന് ഇതിൻ്റെ കൂടെ വെളിച്ചമോ ശബ്ദമോ കേൾക്കാനുള്ള ഈർച്ച, അതിൻ്റെ കൂടെ ശബ്ദവും ഉണ്ടാകാറുണ്ട്. ഇത് മിനിറ്റുകൾ തൊട്ട് 2-3 മണിക്കൂറുകൾ നീണ്ടു നിൽക്കും. അതിനുശേഷം തന്നെത്താനെ നിൽക്കുകയും അതിൻ്റെ ഒരു ക്ഷീണം 1-2 ദിവസം നിൽക്കുകയാണ് ചെയ്യുന്നത്. മൈഗ്രെയിൻ ഉള്ള രോഗികൾ എങ്ങനെയാണ് ചികിത്സിക്കുന്നത്? പലപ്പോഴും രോഗി വന്നു കഴിയുമ്പോഴത്തേനും യാതൊരു ലക്ഷണങ്ങളും കാണാറില്ല, സയൻസ് കാണാറില്ല, ഇൻവെസ്റ്റിഗേഷനിൽ രക്തത്തിലുള്ള പരിശോധനകളും CTയിലും ഒന്നും കാണാറില്ല. ആദ്യമായിട്ട് ഈ രോഗങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് തലവേദന വരുന്നത്, ഈ പറഞ്ഞ പോലെ വെയിലത്ത് പോകുന്നു, അല്ലെങ്കിൽ ഉറക്കമൊളിച്ചിരിക്കുന്നു, ഭക്ഷണം താമസിച്ച് കഴിയുന്നു, ചോക്ലേറ്റ് അല്ലെങ്കിൽ ചീസ്, മദ്യം, ഇവയൊക്കെയും തലവേദന ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വ്യത്യാസം നമ്മൾ വരുത്തുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയും. ഈ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം ഒഴിവാക്കുക. ഇതുകൊണ്ടും മാറിയില്ലെങ്കിൽ ഗുളികകളുണ്ട്. ആ ഗുളികൾ സ്ഥിരം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തലവേദന മാറും. സ്ഥിരമായിട്ട് വരുന്ന മൈഗ്രെയിൻ കൂടിക്കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ENT ഡോക്ടറെ കാണുക. മൈഗ്രെയിനെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എഴുതിയിടുക. ഞാൻ അതിന് ഉത്തരങ്ങൾ തരാവുന്നതാണ്. നന്ദി.